സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മീൻ തല കൊണ്ടുള്ള ഒരു പീരയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയെന്ന് കരുതുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വലിയ മീനിൻ്റെ തല പീസുകളാക്കി എടുത്തതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ മീൻ പീര വെച്ച് കഴിച്ച് കാണത്തില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ. വലിയ മീനിൻ്റെ തല എപ്പോഴും കറിയാണല്ലോ വെച്ച് കൂട്ടുന്നത്. ഈ രീതിയിലൊന്ന് വെച്ച് നമുക്ക് കൂട്ടി നോക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ മീൻതല കിട്ടിയാൽ ചെയ്യൂ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് എരിവിനാവശ്യമായ 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അത് ഈ മീൻ പീരയ്ക്ക് ഒന്നും കൂടെ ടേസ്റ്റ് തരുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഈ രീതിയിൽ ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി പീരയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളും ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നേരത്തെ നല്ലവണ്ണം ചതച്ചെടുത്തുകൊണ്ട് തേങ്ങാപ്പീര ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ചെറിയ കളറിനും കൂടിയാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതേ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഈ രീതിയിൽ മാത്രമേ ഒതുക്കിയെടുക്കാവൂ, അരഞ്ഞു പോകരുത്. ഇനി ഇതേ ഒരു വലിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചട്ടിയിൽ തന്നെ മീൻ പീര വെക്കണേ. ഇതിലേക്ക് ഒരു 10 കഷ്ണം ചുവന്നുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ മീനിൻ്റെ തലയായതുകൊണ്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തല ചേർത്ത് കൊടുക്കാം. മീൻതല ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം. ഇനി മീനിന് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം. 4 കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം മീൻ വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീനിൻ്റെ ലെവലിൽ ഏകദേശം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വലിയ മീൻ കഷ്ണങ്ങളായതുകൊണ്ട് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒരു തവി കൊണ്ട് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം. സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് വെള്ളമെല്ലാം വറ്റുന്നിടം വരെ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം അടപ്പ് മാറ്റി നോക്കാം. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തവിയൊന്നും ഇട്ട് ഇളക്കി പൊടിക്കാതെ 2 സൈഡിലും ചട്ടിയൊന്ന് പിടിച്ച് ഒന്ന് നല്ലവണ്ണം ചുറ്റിച്ച് കൊടുക്കാം. ഇനിയും ബാക്കി വെള്ളവും കൂടെ പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. 10-12 മിനിറ്റ് കൊണ്ട് വെള്ളമെല്ലാം പറ്റി മീൻ നല്ലവണ്ണം വെന്ത് വരും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. വലിയ മീനിൻ്റെ തല കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെയും കപ്പപ്പുഴുക്കിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ കൂട്ടിക്കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.